الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, പരിശുദ്ധമായ റബീഉൽ അവ്വലിലെ പുണ്യമേറിയ പവിത്രമായ രാവ് അല്ലാഹുവേ, ഈ രാവ് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നീ പൊരുത്തപ്പെടണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവരുടെ എല്ലാ ഖൈറായ മുറാദുകളും നീ ഹസുലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ഞങ്ങളെ കൂടെ ഖുർആൻ ഓതിയവർ, ദിക്ർ ചൊല്ലിയവർ, സ്വലാത്ത് ചൊല്ലിയവർ, ഹദ്ദാദ് ചൊല്ലിയവർ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയവർ, അല്ലാഹുവേ, ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. എല്ലാവരെയും നിനക്കറിയാമല്ലോ അല്ലാ. അവരുടെ മുറാദ് നിനക്കറിയാമല്ലോ അല്ലാ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തിനാലെ എല്ലാ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്കും അവർക്കും നീ തുറക്കണേ റഹ്മാനേ. അല്ലാഹുവേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖിനാലെ മഹബ്ബത്തിനാലെ ഞങ്ങളെ ഖൽബ് നീ നിറക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ രാവ് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീക്കിത്തരണേ അല്ലാ. ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാ. ഈമാനുള്ള ജീവിതം തരണേ അല്ലാ. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാ. ഒരു ആക്സിഡന്റിലും പെടുത്തല്ലേ അല്ലാ. ചിന്നിച്ചു തിറന്ന ശരീരങ്ങളാക്കല്ലേ അല്ലാ. നടുറോട്ടിൽ നിന്ന് ഒരു കടലാസിലോ ഒരു പേപ്പറിലോ ആ ശരീരാവയവങ്ങൾ എടുത്തു വെച്ച് ചുരുട്ടി പിടിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ ആരെയും നീ ആക്കി തീർക്കല്ലേ അല്ലാ. നിന്റെ മലായിക്കത്തുകളുടെ കാവല് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഞങ്ങൾ ഓതുന്ന ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, ഹദ്ദാദ്, അസ്മാഉൽ ഹുസ്ന സർവത്തിന്റെയും വലിയ കാവല് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ അല്ലാ. നീ അവർക്ക് കാവലാകണേ അല്ലാ. രക്ഷയേകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അവരുടെ ഖൈറായ ഉയർച്ച കണ്ട് സന്തോഷിക്കാനുള്ള മഹാഭാഗ്യവും തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഈമാൻ നീ സലാമത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാ. തന്ന രോഗങ്ങൾ മുഴുവനും നീ ശിഫയാക്കണേ അല്ലാ. വിവിധങ്ങളായ ടെസ്റ്റുകൾക്ക് വേണ്ടി അയച്ചവരുണ്ട്. റിസൾട്ട് വരുമ്പോ നീ നോർമലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഗർഭിണികളായ സഹോദരിമാര് സുഖപ്രസവം നീ നൽകണേ അല്ലാ. ആൺമക്കളെ വേണ്ടവർക്ക് നീ ആൺമക്കളെ കൊടുക്കണേ അല്ലാ. പെൺമക്കളെ വേണ്ടവർക്ക് നീ പെൺമക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ.
ഖായിബാക്കി മടക്കല്ലേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് നീ കാവലാകണേ അല്ലാ, നീ രക്ഷയേകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ, അല്ലാഹുവേ, വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ICUവിൽ കഴിയുന്നവർ, സുഖമില്ലാതെ വേദനിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, എല്ലാവർക്കും നീ കാമിലായ ആജിലായ ശിഫായിനെ നീ കൊടുക്കണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ കിടത്തത്തിലാക്കല്ലേ അല്ലാ, ആരെയും നീ തളർച്ചയിലാക്കല്ലേ അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാക്കല്ലേ അല്ലാ, മറ്റുള്ളവർക്ക് ഭാരമാക്കല്ലേ അല്ലാ, മറ്റുള്ളവർക്ക് ഭാരമാക്കല്ലേ അല്ലാ. നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ. സ്വർഗം തരണേ അല്ലാ, നരകമോചനം തരണേ റബ്ബേ. മദീനയിലെത്തിക്കണേ അല്ലാ, മദീനയിലെത്തിക്കണേ അല്ലാ. ഒരുപാട് തവണ മദീനയിൽ പോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. എന്തൊരു ആനന്ദമാണ്, എന്തൊരു ചന്തമാണ്. മദീനയോട് വിട പറയുമ്പോഴാണ് അതിൻ്റെ വേദനകൾ നമ്മൾ അറിയുന്നത്. അറിയാതെ കണ്ണിലൂടെ കണ്ണുനീര് വന്നു പോകുന്ന സന്ദർഭങ്ങളാണ്. അല്ലാഹുവേ, ഒരുപാട് തവണ മദീനയിലെത്തിക്കണേ അല്ലാ. മരണം മദീനയിൽ വെച്ചാക്കണേ അല്ലാ, മരണം മദീനയിൽ വെച്ചാക്കണേ അല്ലാ. ഇതുപോലെയുള്ള നല്ല രാവുകളിലാക്കണേ അല്ലാ. അല്ലാഹുവേ, യാ അല്ലാ, മുത്തു റസൂലുള്ള ഇഷ്ടപ്പെടുന്ന അവിടെ തനിയായികളിൽ പെടുത്തണേ അല്ലാ. ചെയ്തു പോയ തെറ്റിന്റെ, ഹറാമിന്റെ, കുറ്റങ്ങളുടെ, കുറവുകളുടെ കാരണങ്ങളെ കൊണ്ട് മുത്തു റസൂലുള്ളാഹി തങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിലും നീ മറയിടല്ലേ അല്ലാ, നീ മറയിടല്ലേ റബ്ബേ, നീ മറയിടല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ. പാവങ്ങളാണ്, സാധുക്കളാണ്, വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. ഈ റബീഉൽ അവ്വലുകളും ഈ പുണ്യമേറിയ രാവുകളും ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റബീഉൽ അവ്വൽ ആക്കല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക